UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ആരോഗ്യം മെച്ചപ്പെടാതെ ആരോഗ്യമേഖല. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി ഉയർന്നു. കാലുവേദനയുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ വൃദ്ധയ്ക്ക് ശസ്ത്രക്രിയ നടത്തി കാൽ ഞരമ്പ് മുറിച്ചു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 73-കാരിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയായെന്നാണ് കുടുംബം പറയുന്നത്. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് സംഭവം. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി 73-കാരിയായ പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. നടന്നാണ് ഇവർ ആശുപത്രിയിലെത്തിയത്. എന്നാൽ ശസ്ത്രക്രിയക്കിടെ കാലിന്റെ ഞരമ്പ് മുറിഞ്ഞു. കാലിന് നീലനിറം വ്യാപിക്കാൻ തുടങ്ങിയതോടെ കുടുംബം ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർ തുടർ ചികിത്സയ്ക്ക് മറ്റേതെങ്കിലും ആശുപത്രിയിൽ സമീപിക്കാൻ പറയുകയായിരുന്നു. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇതിനകം 3 ശസ്ത്രക്രിയകൾ ചെയ്തു. ഞരമ്പ് മുറിഞ്ഞതിനാൽ ഇപ്പോൾ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണെന്ന് കുടുംബം പറയുന്നു. അവിടെ പോയി നോക്കിയപ്പോഴാണ് വലത് കാലിന്റെ ഞരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത്. ഇപ്പൊ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇൻഷൂർ കാർഡ് ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ല. എത്രങ്ങാനും പൈസ പോയി. ഇപ്പം ഇന്നലെ 17,000 റുപ്യന്റെ മെഷീൻ ഇന്നലെ വാങ്ങിക്കൊടുത്തു. അവർക്ക് നീര് വലിക്കണ മെഷീൻ വെക്കണം എന്ന് പറഞ്ഞാണ്ട് അത് വാങ്ങിക്കൊടുത്തു. ഒരു പറയണ ഇങ്ങനെ കൊണ്ടു കൊടുക്കണ്ടേ. ഇനിയിപ്പോ ഇത് ശരിയാവുമെന്ന് ഒരു ഉറപ്പ് പറയില്ല. ഓരോന്ന് പറ്റിയല്ലേ. അങ്ങനെ എത്ര ആൾക്കാർ പാട് ചെയ്യണ്ട. എല്ലാവർക്കും ഇത് പറ്റൂലേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇൻഷുറൻസ് ലഭ്യമാക്കിയില്ലെന്നും പരാതിയുണ്ട്. നിർധന കുടുംബമാണ് ഇവരുടേത്. ഇതിനകം തന്നെ 2 ലക്ഷം രൂപയോളം ചിലവായി. ചികിത്സാ പിഴവിൽ കുടുംബം മലപ്പുറം DMOക്ക് ഇന്ന് പരാതി നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.